1986 മദ്രാസ്. ഒരു വലിയ ബംഗ്ലാവിന്റെ മുന്നിലെത്തുന്ന ബ്രോക്കർ ആനന്ദ്. 5 ദിവസമായി കോളിംഗ് ബെൽ അടിച്ചിട്ടും പ്രതികരണമൊന്നുമില്ല. പുറത്തു പൊട്ടിയ പാത്രങ്ങൾ, അഴുകുന്ന ദുർഗന്ധം. പിൻവാതിൽ തുറന്നു നോക്കുമ്പോൾ ബാത്റൂമിൽ 2 അഴുകിയ മൃതദേഹങ്ങൾ. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ അതൊരു ക്രൂര കൊലപാതകമെന്ന് വ്യക്തമായി. കൊല്ലപ്പെട്ടത് 80കളിലെ മലയാള സിനിമയിൽ തിളങ്ങിയ റാണി പത്മിനി, മാതാവ് ഇന്ദ്രകുമാരി. ഇവരുടെ വീട്ടിൽ മുൻപ് ജോലി ചെയ്തിരുന്ന ഡ്രൈവർ ജബരാജ് പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചു. വീട് വാങ്ങാനായി പണം വീട്ടിൽ വെച്ചിട്ടുണ്ടെന്നറിഞ്ഞ അയാൾ ബാച്ച്മാനും പാചകക്കാരും കൂടെ ചേർന്ന് ഗൂഢാലോചന ചെയ്തു. 1986 ഒക്ടോബർ 15 രാത്രി മദ്യപിച്ചിരിക്കുന്ന സമയത്ത് അവർ വീട്ടിലേക്ക് കയറി. അടുക്കളയിൽ ഇന്ദ്രയെ കുത്തിക്കൊന്നു. നിലവിളിച്ചോടിയെത്തിയ റാണി പത്മിനിയെ മൂവരും ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തി. ശരീരങ്ങൾ ബാത്റൂമിലേക്ക് വലിച്ചിട്ടു. സ്വർണവും പണവും കവർന്നെടുത്തു. അവളുടെ കാലിൽ തന്നെ അവർ രക്ഷപ്പെട്ടു. പോലീസിന്റെ അന്വേഷണം 3 പേരും പിടിയിൽ. ആദ്യത്തിൽ വധശിക്ഷ, പിന്നീട് ജീവപര്യന്തമായി അത് കുറച്ചു. വിശ്വസിച്ചവരാണ് ഘാതകരായത്. സിനിമാ ലോകത്തെയും കേരളത്തെയും നടുക്കിയ റാണി പത്മിനി മർഡർ കേസ് ഇന്നും മറക്കാനാവാത്ത ഒരു ദുരന്തം. കൂടുതൽ ക്രൈം സ്റ്റോറീസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.